കേരളത്തിലെ പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേ മാതരം മുഴുവനായി പാടിയതിൽ അപാകതയുണ്ടായി എന്ന വിമർശനത്തിൽ കാര്യമുണ്ടോ? വിമർശനത്തിൽ കാര്യമുണ്ട് എന്നതാണ് സത്യം. അതിൻ്റെ കാരണങ്ങളിതാണ്. ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയെ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാണ് നിർവചിച്ചിരിക്കുന്നത്. വന്ദേ മാതരം മുഴുവനായി പാടുന്നത് ഈ ആദർശത്തിനെതിരാണ്. വന്ദേ മാതരം മനോഹരമായ രാഷ്ട്രസ്തുതിയാണെന്നത് നിസ്സംശയമായ കാര്യമാണ്. പക്ഷേ അതിൻ്റെ രണ്ടാമത്തെ സ്റ്റാൻസയിൽ ഇന്ത്യയെ ദുർഗാദേവിയായും ലക്ഷ്മിയായും ചിത്രീകരിക്കുന്നുണ്ട്. ഹിന്ദു ദേവിയായി ഇന്ത്യയെ താരതമ്യപ്പെടുത്തുന്നതിലൂടെ ഇന്ത്യക്ക് പൊതുവായി ഒരു മതവുമില്ല എന്ന മതേതരത്വ സങ്കല്പം ഭരണഘടനയുടെ ആശയത്തെ ദുർബലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ പ്രധാന കാര്യം, ഒരു കോൺഗ്രസ് ഗവൺമെൻറ്റിൻ്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ ഇത് മുഴുവനായി പാടിയതിലൂടെ 1937 കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി തീരുമാനത്തെ ആദ്യത്തെ സ്റ്റാൻസ മാത്രം പാടുക എന്ന മഹാത്മാഗാന്ധി, നെഹ്റു, ടാഗോർ തുടങ്ങിയ പ്രമുഖരുടെ തീരുമാനത്തെ ദുർബലമാക്കി. മൂന്നാമത്തെ വാദം, വന്ദേമാതരത്തിൻ്റെ 150-ാം വാർഷികം പ്രമാണിച്ച് ഔദ്യോഗിക യോഗങ്ങളിൽ ആലപിക്കണം എന്ന കേന്ദ്ര ഗവൺമെൻറ് നിർദ്ദേശം നൽകിയെങ്കിലും അത് മുഴുവൻ പാടണമെന്ന് നിർബന്ധമില്ല. വന്ദേമാതരം പാടണമെന്ന് നിർബന്ധിക്കാനാകില്ല എന്ന 2017 സുപ്രീം കോടതി വിധിയുമുണ്ട്. വന്ദേമാതരം ജനഗണമനയ്ക്ക് തുല്യമായ നാഷണൽ സോങ്ങായി 1950 പ്രഖ്യാപിക്കപ്പെട്ടതാണെങ്കിലും സാരാംശത്തിൽ അത് ജനഗണമനയിൽ നിന്ന് വ്യത്യസ്തമാണ്. ജനഗണമന ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യത്തെ എടുത്തു കാണിച്ച് അതിൻ്റെ വിധാതാവായ ദൈവത്തിന് ജയഘോഷം നൽകുന്ന സ്തുതിഗീതമാണ്. Subscribe now and press the bell icon. Never miss an update.